CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് കോഴിക്കോട് ജില്ലയിൽ തുടരുകയാണ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും CPM നേതാക്കളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പരിശോധന. രാവിലെ 8 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 6 മണിക്കൂർ പിന്നിട്ടു. 5 പരിശോധന പൂർത്തിയായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ അശോകപുരത്തെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഇയാളുടെ ബേപ്പൂരിലെ വീട്ടിലും ഒരേപോലെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, എന്തായാലും നിർണായകമായ പരിശോധനകൾ നടക്കുകയാണ്. ഇതിലേറെ ശ്രദ്ധേയം വീണയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയല്ലേ നടക്കുന്നത്? വിഷ്ണു, 2,70,00,000 രൂപ ചെയ്യാത്ത സേവനത്തിന് വീണ ടി വാങ്ങി എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് വിവിധയിടങ്ങളിൽ ഇഡി റെയ്ഡ് നടക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും റെയ്ഡ് പുരോഗമിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ PA ആയിട്ടുള്ള മിഥുന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദുലാൽ തുടങ്ങിയവരുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അശോകപുരത്തുള്ള ഈ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നിഖിലിന്റെ വീട്ടിലാണ് നിലവിൽ ഇഡി റെയ്ഡ് പുരോഗമിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെയാണ് ഇവിടെയും റെയ്ഡ് ആരംഭിച്ചത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ റെയ്ഡിന് ഈ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് നിഖിലും ഭാര്യയും ഒന്നും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കണ്ടെത്തുകയും തിരിച്ച് ഫ്ളാറ്റിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തിരിച്ച് ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയും ഇഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധന തുടരുകയും ചെയ്തിട്ടുള്ളത്. ഈ മുഹമ്മദ് റിയാസ് ഈ ടൂറിസം മന്ത്രി ആയിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ രീതിയിൽ ഈ ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ ഈ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഒരേ സമയം നിഖിലിന്റെ ഈ ഫ്ളാറ്റിലും അതുപോലെ തന്നെ നിഖിലിന്റെ ഫറൂഖിലുള്ള വീട്ടിലും ഇഡി സംഘം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വീണ ടി ചെയ്യാത്ത സേവനത്തിന് കൂലി വാങ്ങി എന്നുള്ളതാണ്, അതായത് 2,70,00,000 രൂപ വാങ്ങി എന്നുള്ളതായിരുന്നു ഇഡി സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാനമായും 8 സ്ഥലത്തായിരുന്നു കോഴിക്കോട് ഇഡി റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇതിൽ 5 സ്ഥലത്തെ റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഇഡി സംഘം പരിശോധിക്കുക ഇത്തരത്തിൽ ചിലവഴിച്ചിട്ടുള്ള ചെയ്യാത്ത സേവനത്തിന് വീണ ടിക്ക് ലഭിച്ചിട്ടുള്ള ഈ 2,70,00,000 രൂപ ഇത്തരത്തിൽ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ, ഏത് രീതിയിലാണ് അവർക്ക് പണം ലഭിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണം ഒരു ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ നിഖിലിന്റെ ഫ്ളാറ്റിലുള്ള റെയ്ഡ് ഇഡി റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. വിഷ്ണു, ശരി, അനഘയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.